നമസ്കാരം. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കേളകത്തെ ഒരു തുണിക്കടയിലേക്ക് കയറി വന്ന പട്ടിയാണ് ഇപ്പോൾ കേളകത്തെ സംസാര വിഷയം. കടയിൽ നിന്ന് പട്ടിയെ ഓടിച്ചുവിടാൻ കടക്കാരും നാട്ടുകാരും ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ കേളകം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച സ്ത്രീക്ക് പോലീസിന്റെ ശകാരവർഷം. പട്ടിയെ ഓടിക്കലും കള്ളനെ പിടിക്കലുമല്ല പോലീസിന്റെ പണിയെന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പോലീസുമായി സംസാരിച്ചതിന്റെ റെക്കോർഡിംഗ്സ് ആണ് കടയുടമ കൂടിയായ ക്രിസ്റ്റി പുറത്തുവിട്ടിരിക്കുന്നത്. കേരളം പോലീസ് സ്റ്റേഷനല്ലേ? ഇത് ഹൈസ്കൂൾ റോഡിൽ നിന്നാണേ. ഇവിടെ കേരളം ഹൈസ്കൂൾ റോഡ് അറിയില്ല? കുറച്ച് മുന്നേ ഇവിടെ നിന്ന് ഒരു കോൾ അങ്ങോട്ടേക്ക് വിളിച്ചായിരുന്നേ. ഞങ്ങളുടെ വിളിച്ചായിരുന്നു. അപ്പം ഞങ്ങളുടെ കടയുടെ ഉള്ളിൽ ഒരു പേപ്പറ്റിയാണെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. ഒരു പട്ടി കയറി കുറെ ആൾക്കാർ വന്ന് തല്ലിയിട്ടും അടിച്ചിട്ടൊന്നും പോകുന്നില്ല. ഞാനൊരു പെണ്ണാണ്, എനിക്ക് വീട്ടിൽ അടച്ചിട്ട് പോകണം. അപ്പൊ നിങ്ങളെ 100ലേക്ക് വിളിച്ചപ്പോ പറഞ്ഞേ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അവിടെ നാട്ടുകാരില്ലേ പട്ടീനെ ഓടിക്കാൻ നമ്മളെ വേണോ അല്ല ഇവിടുന്ന് പോലീസ് പറഞ്ഞോ? പട്ടീനെ ഓടിക്കാന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഇവിടെ 10-20 പേരുണ്ട്. അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ പട്ടി പോവോ? പോലീസ് വന്നാൽ പട്ടി പോകുമെന്നറിയില്ല. ഞങ്ങൾക്ക് അതിന്റെ മേലോട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു തരേണ്ടത്. കാരണം സാർ, പട്ടീനെ ഓടിക്കാനല്ല പറഞ്ഞത്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കൊരു ആവശ്യം വന്നാൽ ഞങ്ങൾ 100ലേക്ക് അല്ലാണ്ട് പോലീസിനല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ. ഹലോ സാർ, ഞങ്ങൾക്ക് ഇവിടെ ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലാണ്ട് ഞങ്ങൾ എങ്ങോട്ട്? പട്ടീനെ പിടിക്കലാണോ പണി എന്നല്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവാണ് നിങ്ങളെ ആദ്യം വിളിച്ചത്. ഞങ്ങൾക്ക് കാര്യത്തിലാണ് ഞങ്ങൾ വിളിച്ചത്. ഞങ്ങളുടെ ഹൈസ്കൂൾ റോഡ് നിങ്ങളുടെ ഈ പോലീസ് സ്റ്റേഷനിലെ തൊട്ട് ബാക്കിലാണ്. പട്ടീനെ പിടിക്കല പോലീസ് സ്റ്റേഷനിൽ പട്ടീനെ മനസ്സിലായില്ലേ? സാർ, ഞങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത്? നാട്ടുകാരെ ഞങ്ങൾ വിളിച്ചു. പോലീസ് സ്റ്റേഷനിൽ പട്ടീനെ പിടിക്കാതെ പണി? സാർ, പട്ടീനെ പിടിക്കലാണ് പണിയെന്ന് പറഞ്ഞില്ലല്ലോ. എന്ത് സാർ? കഴിഞ്ഞ ദിവസം രാത്രിയാണ് കേളകം ഹൈസ്കൂൾ റോഡിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ കയറിയ പട്ടിയെ പുറത്തിറക്കാൻ സാധിക്കാതെ വന്നത്. നാട്ടുകാരടക്കം ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോഴാണ് പോലീസിനെ വിളിച്ചതെന്നും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായതെന്നും കടയുടമ ക്രിസ്റ്റി പറയുന്നു. പോലീസിന്റെ സഹായം ലഭിക്കാതായതോടെ ഇവർ ഫയർഫോഴ്സിലേക്കും വിളിച്ചു. അവിടെയും ആദ്യം ഒഴുക്കൻ മറുപടിയാണ് എങ്കിലും പിന്നീട് അവര് തന്നെ വന്ന് പട്ടിയെ പിടിച്ചെന്നും ക്രിസ്റ്റി പറയുന്നു. അത് ഇന്നലെ വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പം കടയിലൊരു പട്ടി കയറി. വാതിൽ തുറന്നിട്ടേക്കുമായിരുന്നു ഡോറെ. അപ്പം അതിന് ഹസ്ബൻഡ് ഇല്ലായിരുന്നു അടുത്ത്. അപ്പൊ അയൽവക്കത്തെ ആൾക്കാരെല്ലാം കടയിലെ ആൾക്കാരെല്ലാം വന്നു. അപ്പൊ പിന്നെ അടിച്ചിട്ടൊന്നും പോകുന്നില്ല. പേപ്പട്ടിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ അടുക്കാനൊരു പേടി. പിന്നെ കടേന്റെ അടുത്തുള്ള ഒരാള് പോലീസിനെ വിളിച്ചു. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു 20 മീറ്റർ അപ്പുറമാണ് പോലീസ് സ്റ്റേഷൻ. അപ്പൊ സന്ധ്യ ആയതുകൊണ്ട് പോലീസിനെ വിളിച്ചപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് പട്ടിനെ പിടുത്താണോ പണി? നാട്ടുകാരില്ലേ അവരോട് പറ, വെച്ചിട്ട് പോടോ ഫോണെന്ന് പറഞ്ഞിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞു പേപ്പട്ടിനെ പിടിക്കാൻ ഞങ്ങൾക്ക് മേലേന്ന് ഓർഡർ ഇല്ല സാർ. അപ്പം അന്നേരം ഹസ്ബൻഡ് വന്നു അന്നേരത്തേക്ക്. അപ്പൊ ഹസ്ബൻഡ് വിളിച്ചിട്ട് ചോദിച്ചു പോലീസിനും പറ്റില്ല ഫയർഫോഴ്സിനും പറ്റില്ല, അപ്പൊ നാട്ടുകാരെ കടിച്ചാൽ വിഷയമൊന്നുമില്ല അല്ലേന്ന് ചോദിച്ചു. അന്നേരം അവരവിടുന്ന് പറഞ്ഞു ഓക്കെ സാർ, ഞങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം, ഞങ്ങളൊന്ന് വിളിച്ച് നോക്കട്ടെ മേലോട്ട്, ഞങ്ങൾ വരാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിന് മുന്നേ ഫയർഫോഴ്സിന് വിളിച്ച് കിട്ടുന്നതിന് മുന്നേ ഞാനെന്ന് ഇനി ആണുങ്ങൾ വിളിച്ചിട്ട് ഇനി കുടിച്ചിട്ട് എങ്ങനെ വിളിക്കുന്നതാണോ എന്ന് വിചാരിച്ചിട്ട് അവര് അങ്ങനെ പറഞ്ഞതാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചു പോലീസിനെ. 100ലേക്ക് വിളിച്ചു. അപ്പൊ അവര് ഇങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. നിങ്ങൾ എന്താ ഞങ്ങൾ എന്നെ കള്ളനെ പിടിക്കാനും പട്ടീനെ പിടിക്കാനും ഇരിക്കുന്നവരാണോ? വെച്ചിട്ട് പോ പെണ്ണുങ്ങളെ, പിന്നെ നിന്റെ കെട്ടിയവൻ എന്തേടി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. പിന്നെ ഒരു അരമണിക്കൂറിനോട് ഫയർഫോഴ്സ് വന്നു. പിന്നെ പട്ടീനെ വലയിട്ട് പിടിച്ച് പുറത്താക്കി.
അപ്പൊ ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ചപ്പോ ഒരു വിഷമം. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇത് വേണമെങ്കിൽ ഒരു വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവിടെ പോയി ഇതാകാം. പക്ഷെ അതല്ല, ഇനിയിപ്പോ എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇല്ലാതിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് നാട്ടുകാർ സഹായത്തിന് വന്നു. ഓക്കെ, അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ പോലീസിനെ അല്ലാണ്ട് വേറെ ആരെയും ഞങ്ങൾ വിളിക്കുക? അപ്പൊ ഞങ്ങളോട് ഇതൊരു ചെറിയൊരു കാര്യം, ഇതിനേക്കാളും വലുതാണെങ്കിൽ ഞങ്ങൾ സഹായം തേടി ചെല്ലുന്നെങ്കിൽ ഇങ്ങനെയാ പറയുന്നെങ്കിലോ? ഇനി ഞങ്ങൾക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ട് ഉണ്ട്, കേരളം ടവർ മൊത്തം സപ്പോർട്ട് ഉണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ അനുഭവം ഇനി ഒരു സ്ത്രീക്കും ഉണ്ടാവാതിരിക്കാൻ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ക്രിസ്റ്റി പറയുന്നത്. എന്നാൽ മനഃപൂർവ്വം പോലീസിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കുവാൻ പ്രകോപിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ജനമൈത്രി പോലീസിന്റെ മറ്റൊരു മുഖമാണ് ഇതോടെ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള.